ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പി എസ് സി. അപ്പൊ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ സിലബസില് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ സൊല്യൂഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ഈക്വൽ വെയിറ്റേജ് ആണ് ന്യൂമറിക്കൽസിനും അതുപോലെ തന്നെ സാധാരണ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂളാണ് ഈ ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂള്. അപ്പൊ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ 1 മോളാർ അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. 1 സ്മോൾ എം ആണ്. സ്മോൾ എമ്മിന്റെ അർത്ഥം മോളാൽ എന്നാണ്. ക്യാപിറ്റൽ എം ആണെങ്കിൽ മോളാർ, അത് സൂചിപ്പിക്കുന്നത് മൊളാരിറ്റി ആണ്. സ്മോൾ എം സൂചിപ്പിക്കുന്നത് മൊളാലിറ്റി ആണ്. So in this question we have to find the mole fraction of solute in 1 molar aqueous solution. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1.77 ഉണ്ട്, 0.0354 ഉണ്ട്, അതുപോലെ 0.0177 ഉണ്ട്, 0.177 ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല, നമുക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, എങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാലോ. അപ്പം ക്ലൂ എന്ന് പറയുന്നത് 1 മോളാർ അക്വസ് സൊല്യൂഷൻ ആണ്. 1 മോളാർ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ ഈ 1 മോളാർ? ഇതിന്റെ അർത്ഥം എന്താ? 1 മോളാർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൊല്യൂഷനില് 1 മോൾ സോൾവെന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, 1 മോൾ സോൾവെന്റ് അടങ്ങിയിട്ടുണ്ട്. 1 മോൾ സൊല്യൂട്ട്, സോറി സോൾവെന്റ് അല്ല, 1 മോൾ സൊല്യൂട്ട് ആണ് അടങ്ങിയിട്ടുള്ളത്. ഈ 1 മോൾ സൊല്യൂട്ട് അടങ്ങിയിട്ടുള്ളത് 1000 ഗ്രാം സോൾവെന്റിലാണ്. ഓക്കെ, 1000 ഗ്രാം സോൾവെന്റിലാണ് ഈ 1 മോൾ സൊല്യൂട്ട് അടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതിനെ നമ്മൾ NBH ആണ് സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 1 കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് NAയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, കാരണം വാട്ടർ അല്ലേ. വാട്ടറിന്റെ 1000 ഗ്രാംസ് ആണ് അതിന്റെ ഗിവൺ മാസ്. അപ്പൊ ഗിവൺ മാസ് ബൈ മോളാർ മാസ്, അതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വാട്ടർ H2O ആണ്. H2Oയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാംസ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 18, ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അത് അവിടെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കരുത്. സാധാരണ എല്ലാ ക്വസ്റ്റ്യനും സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ അത് ഫൈനൽ ഇക്വേഷനിൽ ഇട്ടിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. ചിലപ്പോൾ ഫൈനൽ ഇക്വേഷനിൽ നമ്മൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ക്യാൻസൽ ആയി പോകുന്ന ടേംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുകയാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, സൈ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി NB ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇതൊരു ബൈനറി സൊല്യൂഷൻ ആയതുകൊണ്ട് NA പ്ലസ് NB, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ ചെയ്താൽ മതി. NA പ്ലസ് NB നമ്മൾ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് 1000 ഡിവൈഡഡ് ബൈ 18 ആണ്, പ്ലസ് നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് LCM എടുക്കാം. LCM എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതായത് 1 ഡിവൈഡഡ് ബൈ ഇവിടെ 18/18 എന്നാവും. അപ്പൊ ന്യൂമറേറ്റർ എന്തായി? 18 ആയി. അപ്പൊ ഇവിടെ 1018 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഇങ്ങനെ ഒന്നും എക്സാമിന് എഴുതിക്കൊണ്ടിരിക്കരുത്. ഈ 18 അപ്പൊ തന്നെ എന്ത് ചെയ്തോളണം? മുകളിലേക്ക് കൊണ്ടുപോയിക്കൊള്ളണം. അല്ലാതെ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതി സമയം കളയരുത്. മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയത്. ഈ 18 അങ്ങ് മുകളിൽ കയറും. കാരണം എന്താണ്? ഡിവിഷൻ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഇട്ടിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 18 ഡിവൈഡഡ് ബൈ 1018 എന്ന് കിട്ടി. 18ന്റെ പകുതി 9 ആണ്. 1018ന്റെ പകുതി എങ്ങനെയാ എടുക്കുക? 1000ന്റെ പകുതി 500, 18ന്റെ പകുതി എത്രയാ? 9. അപ്പൊ 509, അത് വിട്ടുമ്പോഴത്തേക്ക് 509 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് 9 ഡിവൈഡഡ് ബൈ 509. ഓക്കെ, അപ്പോ പോകത്തില്ല, ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, 0 ആയി. വീണ്ടും പോകത്തില്ല, ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു, അപ്പോ 900 ആയി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ 1
മാത്രമേ പോവുള്ളൂ. ഓക്കെ, ബാക്കി നമ്മൾ ചെയ്യരുത്, ഇനി ചെയ്തുകൊണ്ടിരിക്കരുത്. ഇനി ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ. അപ്പൊ 0.01 വരുന്ന ആകെ ഒരു ഓപ്ഷനല്ലേ നമുക്കുള്ളൂ, ഓപ്ഷൻ സി മാത്രം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, 0.0177. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓപ്ഷൻസും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒന്നുമല്ല. നമുക്ക് എത്രയും എളുപ്പ വഴിയിൽ ഈ ഓപ്ഷനിലേക്ക് എത്തുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കുക. ഈ കണക്കൊന്നും മുഴുവനായിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതുവരെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഓപ്ഷൻ എന്ന്. ആ ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.0177. ഇത്രയാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല, കാരണം മുകളിലും താഴെയും മോൾസ് ആണ്. അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. 0ക്കും 1നും ഇടയിൽ വാല്യൂ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതെല്ലാം നമുക്കറിയാം, നമ്മൾ തിയറി ക്ലാസ്സിൽ അതെല്ലാം പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, if the density of methanol is 0.8 kilogram per liter, what is the volume needed for making 4 liter of 0.25 molar solution? അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എം ആണ്, അപ്പൊ ഇത് മോളാർ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇതൊന്നും എക്സാമിന് എഴുതരുത്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, എന്താണ്, 0.8. അതുപോലെ 0.8 കിലോഗ്രാം പെർ ലിറ്റർ ആണ്. യൂണിറ്റ് ഞാൻ തൽക്കാലം എഴുതുന്നില്ല. അടുത്തത് വോളിയം തന്നിട്ടുണ്ട് 4 ലിറ്റർ ആണ്. അതുപോലെ മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.25 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വോളിയം നീഡഡ് ഫോർ മേക്കിംഗ് 4 ലിറ്റർ ഓഫ് 0.25 മോളാർ സൊല്യൂഷൻ എന്നാണ്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന്. 4 ml ഉണ്ട്, 8 ml ഉണ്ട്, 40 ml ഉണ്ട്, 80 ml ഉണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്നാലും ഈ ഓപ്ഷൻസ് എല്ലാം തമ്മിൽ നല്ല വ്യത്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ഉത്തരത്തിലേക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡെസിമൽസ് ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓപ്ഷൻസ് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോ 10.8 അല്ലെങ്കിൽ 9.8 10 എന്നൊക്കെ ആക്കി ചെയ്താലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഈ ഓപ്ഷൻസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂവെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്, നമ്മൾ കറക്റ്റ് വാല്യൂ ഇട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് 4 ലിറ്റർ 0.25 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെഥനോളിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തായാലും നമുക്ക് എന്ത് വേണം, നമ്പർ ഓഫ് മോൾസ് വേണം. മൊളാരിറ്റി നമുക്ക് അറിയാം. അപ്പൊ മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, മൊളാരിറ്റി എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ ഇവിടുന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മൊളാരിറ്റിയെ വോളിയം, ലിറ്ററിലുള്ള വോളിയം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലിറ്ററിലുള്ള വോളിയം കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അപ്പൊ മൊളാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0.25 ആണ്, ലിറ്ററിലുള്ള വോളിയം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി, 1 മോൾ. 1 മോൾ ആണ് ഈ ഒരു സൊല്യൂഷനിൽ ഉള്ളത്, 1 മോൾ. ഓക്കെ, അപ്പൊ 1 മോൾ എന്താണ്, 1 മോൾ മെഥനോൾ ആണ്. ഈ മെഥനോൾ എന്ന് പറയുമ്പോൾ എന്താ, മെഥനോൾ എന്ന് പറയുമ്പോൾ ദാ മെഥനോൾ അതെന്ന് പറയുന്നത് CH3OH ആണ്. ഇതാണ് മെഥനോൾ. അപ്പൊ നമുക്ക് 1 മോളിന്റെ മാസ് ആണ് വേണ്ടത്. നമുക്ക് ഇനി മാസ് കണ്ടുപിടിക്കാം. 1 മോളിന്റെ മെഥനോളിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു കാർബൺ എന്ന് പറയുമ്പോൾ 12 പ്ലസ് 3 പ്ലസ് 1 4 ഹൈഡ്രജൻ. അപ്പൊ 4 പ്ലസ് പിന്നെ ഒരു ഓക്സിജൻ 16, ഇത്രയും വരും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 16 പ്ലസ് 12 പ്ലസ് 4 ഒരു 32 ഗ്രാംസ് എന്ന് വരും അല്ലെ. ഓക്കെ, അപ്പൊ 1 മോൾ മെഥനോളിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാംസ് ആണ്. ഇനി നമുക്ക് ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.8 കിലോഗ്രാം പെർ ലിറ്റർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു 0.8 കിലോഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാല് ഇഫ് വി ടേക്ക് 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ദെൻ അതിനകത്ത് 800 ഗ്രാം ആയിരിക്കും അതിന്റെ വെയിറ്റ്. 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എത്ര ഗ്രാം ആയിരിക്കും വെയിറ്റ്, 800 ഗ്രാം ആയിരിക്കും വെയിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് 4 ലിറ്റർ സൊല്യൂഷൻ ആണ് അല്ലെ. 4 ലിറ്റർ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷനകത്ത് എത്ര ഗ്രാം എഥനോളും വേണം,
32 ഗ്രാംസ് എഥനോളും വേണം. അപ്പൊ നമുക്കിവിടെ സ്റ്റോഷിയോമെട്രി ചെയ്യുന്ന പോലെ നമുക്കിവിടെ ചെയ്യേണ്ടെന്ന ഇതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ദാ ഇത്രയേ ഉള്ളൂ. 800 ഗ്രാംസ് ആണ് 1 ലിറ്റർ സൊല്യൂഷനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം വെയിറ്റ് എടുക്കണമെങ്കിൽ 1/800 ലിറ്റർ, ഈ 800നെ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 1 ഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ 1 ഗ്രാം മെഥനോൾ കിട്ടണമെങ്കിൽ നമ്മൾ 1/800 ലിറ്റർ മെഥനോൾ എടുക്കണം. ഇത്രയും മെഥനോൾ എടുത്താൽ അതിന്റെ വെയിറ്റ് 1 ഗ്രാം ആയിരിക്കും. ബട്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 32 ഗ്രാംസ് അല്ലേ. അപ്പൊ 32 ഗ്രാംസ് ഓഫ് മെഥനോൾ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ലിറ്റർ മെഥനോൾ എടുക്കണം? 1/800 ഇൻറ്റു ഇവിടെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെയും 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/800 ഇൻറ്റു 32 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ 32നെ 32ഉം 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 800ഉം എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ അല്ല, ഇത് രണ്ടും 8ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ ഇവിടെ 4 8s are 32, ഇവിടെ എത്ര? ഇവിടെ 100 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4/100 എന്ന് വരും. ഓക്കെ, അപ്പൊ 4/100 ലിറ്റർ മെഥനോൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും മെഥനോളിനകത്ത് 32 ഗ്രാംസ് ഉണ്ടാവും. ഓക്കെ, അതായത് എത്ര എം എൽ ആണ്? 4/100. അതിന് എം എൽ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എം എൽ കണ്ടുപിടിക്കാനായിട്ട് ഇതിന് എന്ത് ചെയ്യണം? ഒരു 1000 കൊണ്ടുകൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോ ഈ സീറോസ് എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് 4 × 10 40 ml എന്ന് വരും. ഓക്കെ, അപ്പൊ 40 ml എഥനോൾ നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ അതിനകത്ത് 32 ഗ്രാംസ് ഓഫ് എഥനോൾ ഉണ്ടാവും. അത്രയും എഥനോൾ ആണ്, സോറി എഥനോൾ അല്ല മെഥനോൾ. അപ്പൊ അത്രയും മെഥനോൾ ആണ് നമുക്ക് വേണ്ടത് 4 ലിറ്റർ 0.25 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ. സോ ആ വന്ന റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് അതിന് എത്ര മാസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, മാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെൻസിറ്റി ഉണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഒരു നിശ്ചിത 1 ലിറ്റർ വോളിയത്തിനകത്ത് എത്ര ഗ്രാം മെഥനോൾ ആണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മൂന്നാമത് കണ്ടുപിടിച്ചത്. ഇനി നാലാമത് എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? നാലാമത് കണ്ടുപിടിച്ചത് ഈ വെയിറ്റിന്റെ റേഷ്യോ വെച്ചിട്ട്, അതായത് 800 ഗ്രാം ആണ് 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം മെഥനോൾ കിട്ടാനായിട്ട് നമ്മൾ എത്ര എടുക്കണം? 1/800 ലിറ്റർ മെഥനോൾ എടുക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 1 ഗ്രാം അല്ല, നമുക്ക് വേണ്ടത് 32 ഗ്രാം ആണ്. അപ്പോ 1നെ 32 ആക്കാൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 32. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യണം? 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 32/800 എന്ന് കിട്ടും. ആൻസർ 40 ml എന്ന ആൻസർ കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ സി, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 40 ml, അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 25 ml of 3 molar HNO3 is mixed with 75 ml of 4 molar HCl. The molarity of the resulting solution. അപ്പോൾ ഈ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ മൊളാരിറ്റി എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. ഓപ്ഷൻസ് 2.75, 1.65, 3.75, 2.05. ഇത്രയുമാണ് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. മിക്സിംഗ് സംഭവിക്കുന്ന സമയത്ത് റിസൾട്ടിംഗ് സൊല്യൂഷന്റെ മൊളാരിറ്റി എത്ര, അല്ലെങ്കിൽ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ നോർമാലിറ്റി എത്ര, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോ ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? മിക്സിംഗിന്റെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. എന്താണ് മിക്സിംഗിന്റെ ഇക്വേഷൻ? M1V1 പ്ലസ് M2V2, M1V1 പ്ലസ് M2V2 ഈക്വൽ ടു എന്താണ്? MRVR. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ആദ്യത്തെ മൊളാരിറ്റി ഇൻറ്റു അതിന്റെ വോളിയം പ്ലസ് രണ്ടാമത്തെ മൊളാരിറ്റി ഇൻറ്റു അതിന്റെ വോളിയം എന്ന് പറയുന്നത് ആ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ മൊളാരിറ്റി ഇൻറ്റു ആ സൊല്യൂഷന്റെ വോളിയം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് 3 മോളാർ 25 ml HNO3 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ M1 എന്ന് പറയുന്നത് നമുക്ക് HNO3 നൈട്രിക് ആസിഡ് ആയിട്ട് എടുക്കാം. 2 എന്ന് പറയുന്നത് നമുക്ക് HCl ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ നൈട്രിക് ആസിഡിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 25 ആണ്.
പ്ലസ് ഇനി അടുത്ത എന്താണ് M2V2. M2 എന്ന് പറയുന്നത് HCl ആണ്. അപ്പൊ HClന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അതേ ഇൻറ്റു അതിന്റെ വോളിയം എന്താണ് 75 ml ആണ്. ഈസ് ഈക്വൽ ടു ഇതിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ മൊളാരിറ്റി അറിഞ്ഞുകൂടാ, പക്ഷേ വോളിയം അറിയാം. കാരണം വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും 75 പ്ലസ് 25 ആയിരിക്കും. അപ്പോ 75 പ്ലസ് 25 ml ആയിരിക്കും റിസൾട്ടിങ് സൊല്യൂഷന്റെ വോളിയം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എത്രയാണ് ഇവിടെ 75 പ്ലസ് ഇവിടെ 4 into 75, ഓക്കെ, ഈക്വൽ ടു 100 into MR. അപ്പോ 4 into 75 പ്ലസ് 75, അതായത് 5 into 75. 75 into 5 എത്രയാണ് 75 into 5. അപ്പോഴേ ചെയ്ത് നോക്കുക. ഓക്കെ, 25 ആണ്. അപ്പൊ 5 ഇവിടെ ഒരു 2 വരും. ഇത് 35 പ്ലസ് 2 37. അപ്പൊ 375 ഈക്വൽ ടു 100 MR. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ മൊളാരിറ്റി MR ഈക്വൽ ടു 375 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 3.75. നമുക്ക് ആൻസർ ഉണ്ട്. ഓപ്ഷൻ സി 3.75 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. M1V1 പ്ലസ് M2V2 ഇസ് ഈക്വൽ ടു MRVR. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് 18 gram ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 180 ആണ്. ചിലപ്പോൾ അത് തന്നിരിക്കില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഗ്ലൂക്കോസ് നമുക്കറിയാലോ C6H12O6 ആണ് ഗ്ലൂക്കോസ്. ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കതിന്റെ ഒരു മോളിക്കുലാർ ഫോർമുല അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈക്വൽ ടു ഡിസോൾവ്ഡ് ഇൻ 500 grams ഓഫ് വാട്ടർ. നമുക്ക് 500 grams ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ അതിന്റെ മൊളാലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് തന്നിട്ടില്ല, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് N ഈക്വൽ ടു എന്താണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പൊ ഗിവൺ മാസ് എന്ന് പറയുന്നത് ഇവിടെ 18 gram. ഓക്കെ, മോളാർ മാസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 180 gram. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 0.1 മോൾ എന്ന് കിട്ടും. അപ്പൊ മോളായി. ഇനി അടുത്തത് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിലുള്ള ഈ സൊല്യൂഷൻ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ കിലോഗ്രാം. അപ്പൊ ഇതിന്റെ ഈ 500നെ നമുക്ക് എന്താക്കണം കിലോഗ്രാം ആക്കണം. അപ്പൊ 500നെ കിലോഗ്രാം ആക്കുമ്പോഴത്തേക്ക് എത്ര വരും മാസ് ഈസ് ഈക്വൽ ടു 0.5 കിലോഗ്രാം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു N/M. അവിടെ ടോട്ടൽ മാസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ W ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 M കൂടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. N/W ടോട്ടൽ വെയിറ്റ് ഇൻ കിലോഗ്രാം. ഇപ്പൊ എത്ര വരും 0.1 ഡിവൈഡഡ് ബൈ 0.5, അതായത് 1/5 എന്ന് ആൻസർ വരും. 1/5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 0.2 മോളാർ, 0.1 മോളാർ, 2.2 മോളാർ, 0.5 മോളാർ. അപ്പൊ 1/5 എന്ന് പറയുമ്പോഴേ നമുക്ക് ആൻസർ മനസ്സിലായി എത്രയാണ് 0.2 മോളാലാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 0.2. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് യെസ്, ദ മൊളാലിറ്റി ഓഫ് 2.5 grams ഓഫ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ ഫോർമുല ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. 2.5 grams ഓഫ് എഥനോയിക് ആസിഡ് ഇൻ 75 gram ബെൻസീൻ. അപ്പൊ നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും. ഓക്കെ, മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല, മോളാർ മാസ് തന്നിട്ടില്ല. പകരം അതിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. അപ്പോ CH3COOH ഇതാണ് എഥനോയിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റിക് ആസിഡ്. ഈ ഒരു മോളിക്യൂൾ ആണ് അസറ്റിക് ആസിഡ്. അപ്പൊ നമുക്ക് നോക്കാലോ, ഇതിനകത്ത് 2 കാർബൺ ഉണ്ട്, അപ്പൊ C2. 4 ഹൈഡ്രജൻ ഉണ്ട്, H4. ഓക്കെ, 2 ഓക്സിജൻ ഉണ്ട്, O2. അപ്പൊ ഇതിന്റെ മാസ് എത്ര വരും 2 കാർബൺ എന്ന് പറയുമ്പോ 2 into 12 പ്ലസ് 4 ഹൈഡ്രജൻ എന്ന് പറയുമ്പോ 4
പ്ലസ് 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 × 2. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പറയാണ്, ഇതൊന്നും ഇങ്ങനെ എഴുതരുത്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ എഴുതി പോവുള്ളൂ, ബാക്കി എല്ലാം മൈൻഡ് കാൽക്കുലേഷൻ ആയിരിക്കണം. ഓരോ സെക്കൻഡിനും വാല്യൂ ഉണ്ട്. അപ്പോ എന്താണ് 24 + 4 + 32 എന്ന ആൻസർ വരും. നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ 32 50 + 60 ഗ്രാംസ് എന്ന് വരും. ഓക്കെ, 60 ഗ്രാംസ് ആണ്. അപ്പോ നമുക്ക് അത് കിട്ടി. ഇനി മൊളാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് വേണം. അപ്പൊ N = ഗിവൺ മാസ്. തന്നിട്ടുള്ള എഥനോയിക് ആസിഡിന്റെ മാസ് എന്ന് പറയുന്നത് 2.5 ആണ്. ഡിവൈഡഡ് ബൈ ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 2.5 ഡിവൈഡഡ് ബൈ 60. ഇനി വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം, നമ്മൾ W വെച്ചല്ലേ ഡിനോട്ട് ചെയ്തത്. അപ്പൊ W = 75 ഗ്രാംസ്. അതിനെ കിലോഗ്രാം ആക്കുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ മൊളാലിറ്റി M = 2.5 ഡിവൈഡഡ് ബൈ 60 × 75 നമ്മുടെ 1000 മുകളിൽ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. 0.565 മോൾ പെർ കിലോഗ്രാം ഉണ്ട്, 0.656 ഉണ്ട്, 0.556 ഉണ്ട്, 0.665 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അതിന് ഇതിനൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി, വേറൊന്നുമില്ല. അപ്പോ ഇവിടെ ഒരു സീറോയും സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിൽ നിന്ന് ഒരു സീറോ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനെ എന്താക്കാം, 25 ആക്കാം. അപ്പൊ 25 ആക്കുമ്പോൾ ഇതും ഇതും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോയിട്ട് ഡിനോമിനേറ്ററിൽ ഒരു 3 വരും. ഓക്കെ, സോ ആൻസർ എത്ര കിട്ടി? 10 ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ 18 എന്ന് ഉത്തരം വരും. 10 ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 5/9. ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 5/9. അത് ഈസി ആണല്ലോ. അപ്പോ പോകത്തില്ല, 0.50 കൊടുത്തു, അപ്പോ 5 45 എന്ന് വരും. വീണ്ടും 5 ബാലൻസ് വന്നു, 0 ഇട്ട് കൊടുത്തു, 5. അപ്പൊ 0.55 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, 0.55 വരുന്ന ഓപ്ഷൻ സി അല്ലേ? സോ ദ ആൻസർ ഈസ് 0.556 മോൾ പെർ കിലോഗ്രാം എന്ന് ഉത്തരം വരും. അപ്പോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇക്വേഷൻ എല്ലാം നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു ജോലി അതിന്റെ ഒരു മോളാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ഗ്രാംസ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ should be used to prepare 250 ml of 2 molar HNO3. ആ HNO3യുടെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 70% ആണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളിൽ ഒരു 70% മാസ് പെർസെന്റേജ് ആണ്. അപ്പൊ ഇത്തരത്തില് 70% എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് മാസ് പെർസെന്റേജ് ആണ്. അപ്പൊ 70% മാസ് പെർസെന്റേജ് ഉള്ള നൈട്രിക് ആസിഡിന്റെ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ നൈട്രിക് ആസിഡിന്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 മോളാർ നൈട്രിക് ആസിഡിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം, ഹാവിംഗ് വോളിയം 250 ml. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സൊല്യൂഷനിൽ നിന്ന്, നൈട്രിക് ആസിഡിന്റെ സൊല്യൂഷനിൽ നിന്ന് എത്ര ഗ്രാം നൈട്രിക് ആസിഡ് ആണ് നമ്മൾ അളന്നെടുക്കേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് HNO3. HNO3യുടെ മോളാർ മാസ് നമുക്ക് വേണം. നമുക്ക് ഓപ്ഷൻസ് അതിനു മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് 70 ഗ്രാം, അതുപോലെ 54 ഗ്രാം, 45 ഗ്രാം, 90 ഗ്രാം. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. വളരെ അടുത്ത വാല്യൂസ് ഒന്നുമല്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ അപ്രോക്സിമേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും അത് ഓക്കെ ആണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഈ HNO3യുടെ മോളാർ മാസ് ആണ്, തന്നിട്ടില്ല. ഓക്കെ, HNO3 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹൈഡ്രജൻ. അപ്പൊ 1 പ്ലസ് ഒരു നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുമ്പോൾ 14 ആണ്, പ്ലസ് 3 ഓക്സിജൻ. അപ്പൊ 16 × 3 48. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 48 12 13 ഒരു ഇതും കൂടെ വന്നിട്ട് 63 എന്ന് വരും. 4 + 2 6 ആണല്ലോ. അപ്പൊ 63 ഗ്രാംസ്. ഓക്കെ, 63 ഗ്രാംസ് ആണ് HNO3 നമ്മുടെ നൈട്രിക് ആസിഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊളാലിറ്റിയും അറിയാം. മൊളാലിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് ഈ നൈട്രിക് ആസിഡിന്റെ
എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെയിറ്റ്, നമുക്ക് എത്ര വെയിറ്റ് ഓഫ് നൈട്രിക് ആസിഡ് വേണം എന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ മൊളാലിറ്റിന്ന് നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസിൽ നിന്ന് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, അതായത് നമ്മുടെ 63 ആണ്. ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആയി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ ഡിനോമിനേറ്ററിൽ 250 എന്നതിന്റെ 250 വരും. അപ്പൊ അതിനെ ലിറ്റർ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ആ 1000 എന്ത് ചെയ്യും? അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോകും. അതായത് ന്യൂമറേറ്ററിൽ ഒരു 1000 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇതൊരു 4 എന്ന് വരും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ഇത്രയും സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W ഇസ് ഈക്വൽ ടു ഈ 63 അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ 2 ഇൻറ്റു 63 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊരു 2 എന്ന് എഴുതാം. അതായത് 63/2 ഗ്രാംസ്. ഇത്രയും ഗ്രാംസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡിന്റെ മാസ് എന്ന് പറയുന്നത് 63/2 ഗ്രാം ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാല്, നമുക്കിവിടെ നൈട്രിക് ആസിഡിന്റെ 100% സൊല്യൂഷൻ അല്ല തന്നിട്ടുള്ളത്. നൈട്രിക് ആസിഡിന്റെ വെറും 70% സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ അതിൽ നിന്നാണ് നമുക്ക് എത്ര വെയിറ്റ് എടുക്കേണ്ടത്? ഈ 63/2 ഗ്രാംസ് അളന്നെടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആസിഡിന്റെ മാസ് എത്രയായിരിക്കണം? അതായത് ഈ ആസിഡിന്റെ മാസ് എക്സ് ആയിട്ട് എടുക്കേണ്ടത് ഞാൻ എഴുതാം. ഓക്കെ, മാസ് ഓഫ് ആസിഡ്. ഈ മാസ് ഓഫ് ആസിഡിന്റെ 70% സൊല്യൂഷൻ, അതായത് 70/100 ഇത് എടുക്കുമ്പോഴത്തേക്ക് വേണം നമുക്ക് എത്ര കിട്ടാൻ? 63/2 കിട്ടാനായിട്ട്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് ഓഫ് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, മാസ് ഓഫ് HNO3 എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് HNO3 is equal to 63, ഇവിടെ ഡിവൈഡഡ് ബൈ 100, മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 100 ആയി, ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 2. ഓക്കെ, അതായത് ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2ഉം 10ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് 5 ആക്കാം. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിലെ 2 അങ്ങ് പോയി. ഇനി ഇവിടെ ഒരു 7 ഉണ്ടല്ലോ. അപ്പോ ആ 7ഉം 63യും കൂടെ ക്യാൻസൽ ചെയ്തൂടെ? കാരണം 9 ഇൻറ്റു 63 ആണ് 7. ഓക്കെ, അപ്പൊ അത്രയും ചെയ്തെടുക്കാം. അപ്പോ ബാക്കി ഇനി ആരൊക്കെ ഉള്ളൂ? 9 ഇൻറ്റു 5 മാത്രമേ ഉള്ളൂ. 9 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 45 ഗ്രാംസ് ആണ്. 9 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 45 ഗ്രാംസ്. ഓക്കെ, അപ്പൊ 45 ഗ്രാംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി തന്നെ ഇവിടെയും വരും. എല്ലാത്തിലും ഓപ്ഷൻ സി ആണല്ലോ, അല്ല ഓപ്ഷൻ സി തന്നെ. യെസ്, അപ്പോ ഇവിടെ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 6ാമത്തെ ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് 6ാമത്തെ ചോദ്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റൊമക് ആസിഡ് HCl. അപ്പൊ നമ്മൾ വയറിനകത്ത് ആസിഡ് ഉണ്ടല്ലോ, അത് HCl ആണ്. സ്റ്റൊമക് ആസിഡ് ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് യൂസിങ് NaHCO3. നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിലെ ആസിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ ഒക്കെ കാണുമ്പോഴേ മിക്കവരും എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഇക്വേഷൻ ഒക്കെ തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹൗ മെനി മില്ലിലിറ്റേഴ്സ് ഓഫ് 0.125 molar sodium bicarbonate are required to neutralize 80 ml of 100 millimolar? അവിടെ ഒരു എമ്മും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. 100 മോളാർ അല്ല, 100 millimolar HCl എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര വേണം, എത്ര ml ഈ സോഡിയം കാർബണേറ്റ് വേണം നമുക്ക് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ? അപ്പൊ ഇത് ന്യൂട്രലൈസേഷന്റെ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ന്യൂട്രലൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണ്ട? നമുക്ക് ഈ ഇക്വേഷന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? നമുക്ക് മൊളാരിറ്റി ഓഫ് ബേസ്. ഓക്കെ, ഞാൻ ഇവിടെ ബേസ്, അതായത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് 0.125 മോളാർ ആണ്. ഇനി വോളിയം ഓഫ് ബേസ് നമുക്ക് കണ്ടുപിടിക്കണം. എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം? ഓക്കെ, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
മൊളാരിറ്റി ഓഫ് ആസിഡ്, നമ്മുടെ HCl ന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട് 100 മില്ലി മോളാർ. മില്ലിനെ അതിന്റെ വെറും മോളാർ ആക്കി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁻³ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10⁻³ ഇട്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് 0.1 മോളാർ എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത് വോളിയം ഓഫ് ആസിഡ് നമുക്കറിയാം. HCl ന്റെ വോളിയം നമുക്കറിയാം. എത്രയാണ് HCl ന്റെ വോളിയം ആയിട്ട് തന്നിട്ടുള്ളത്? അത് 18 ml ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ റിസൾട്ടിങ് സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റിസൾട്ടിങ് ഇത് ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന റിസൾട്ടിങ് സൊല്യൂഷന്റെ ഇത് അത് ആസിഡും അല്ല ബേസും അല്ല. അപ്പോൾ ഇക്വേഷൻ ഓഫ് ന്യൂട്രലൈസേഷൻ ആണ്. അതിനു മുമ്പ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് 14.4 ml, അതുപോലെ 12.0 ml, 14 ml, അതുപോലെ 13.2 ml. ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് നമ്മുടെ ന്യൂട്രലൈസേഷന്റെ ഇക്വേഷൻ? M1V1 = M2V2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് V ബേസ് അല്ലേ? അപ്പൊ V2 കണ്ടുപിടിക്കാനായിട്ട് M1V1 / M2 ഇത്രയേ ഉള്ളൂ. അതായത് M1 എന്ന് പറഞ്ഞാല് ആസിഡിന്റെ മൊളാരിറ്റി, അത് 0.1 ഇൻറ്റു അതിന്റെ വോളിയം 18 ആണ്, ഡിവൈഡഡ് ബൈ 0.125 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോ അതിനെ നമുക്ക് 1.8 ഡിവൈഡഡ് ബൈ 0.125 എന്ന് എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 3 പ്ലേസ് അങ്ങോട്ട് മാറ്റണ്ടേ? അപ്പൊ അതിനായിട്ട് നമുക്ക് മുകളിൽ 1800 ഡിവൈഡഡ് ബൈ 125 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ചെറുതാക്കിയാൽ മതി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് 0 അല്ലേ അവസാനം? അപ്പോ 25 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 5 × 25 ആണ് 125. ഇനി നമുക്ക് മുകളിൽ നോക്കാം. 40 × 25 ആണ് എന്ത്? നമ്മുടെ 1000. 40 × 25 ആണ് 1000. ഓക്കെ, അതിൽ നിന്നൊരു 200 കുറച്ച 800 ആയി. അപ്പൊ 200 എന്ന് പറയുമ്പോൾ 8 × 25, 8 × 25 അല്ലേ? അപ്പോ ഈ 40 ന്ന് 8 കുറച്ചാൽ എത്ര? 32. അപ്പൊ 32 × 25 ആണ് എത്ര? 800. ഓക്കെ ആണല്ലോ? അപ്പൊ 1800 എന്ന് പറയുമ്പോഴത്തേക്ക് 25ന്റെ എത്ര ഇതായിരിക്കും? ഈ 40 + 32. ഓക്കെ ആണല്ലോ? അപ്പൊ 40 + 32 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 72 അല്ലേ? അപ്പൊ 72/5 ചെയ്ത് നോക്കാം. 72 ഡിവൈഡഡ് ബൈ 5. അപ്പോ 1, ഇവിടെ 2, അപ്പൊ 4, ഇത്ര ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 20 വരും, 2 വരും. അപ്പൊ 14 പോയിന്റ് സംതിങ് ആണ്. 14 പോയിന്റ് സംതിങ് ഉള്ള ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. എത്രയാണ്? 14.4 ml. അതാണ് ആകെ തന്നിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ